അങ്ങനെ ഒരു വയസ്സും കൂടെ കൂടി വീണ്ടും മൂത്ത് നരച്ചുപോയ വിവരം എല്ലാവരെയും അത്ര സന്തോഷത്തോടെ അല്ലെങ്കിലും അറിയിച്ചുകൊള്ളു. ഇങ്ങനെ പുക പറത്തിക്കൊണ്ടുള്ള ഒരു കേക്ക് കട്ടിങ്ങും ലൈഫിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതും വലിയൊരു സർപ്രൈസ് ആയിരുന്നു കോഴിക്കോട് ഹസ്തോല് വെച്ച്. പിന്നെ ഈ ബർത്ത്ഡേ ഇന്നല്ല കേട്ടോ, അത് കഴിഞ്ഞു പോയിട്ട് ഒരു 2 ആഴ്ചയായി. എന്റെ മടിയൊക്കെ കാരണം അതൊന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള മുഹൂർത്തം ആയത് ഇന്നാണെന്നേ ഉള്ളൂ. ലഞ്ച് കഴിച്ചത് കോഴിക്കോട് പാരഗൺ റെസ്റ്റോറന്റ് ആണ്. എന്താ കഴിച്ചതെന്ന് പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട, എവിടെ പോയാലും എന്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ ചിക്കൻ ബിരിയാണി. നമ്മുടെ കോഴിക്കോട് പഴയ പാരഗൺ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പുതിയൊരു പാരഗൺ വന്നത് എനിക്കറിയില്ലായിരുന്നു. ഇത് നല്ല ബീച്ച് വ്യൂ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എല്ലാ പിള്ളേരും ബർത്ത്ഡേക്ക് കളർ ഡ്രസ് ഒക്കെ ഇട്ട് മിഠായും കൊണ്ടുവരും. പക്ഷെ എന്റെ ബർത്ത്ഡേ ഏപ്രിലിൽ സമ്മർ വെക്കേഷന്റെ ടൈമിലായതുകൊണ്ട് ആർക്കും മിഠായും കൊടുക്കേണ്ടി വന്നിട്ടില്ല. ബർത്ത്ഡേ ആണെന്ന് ആരും ഓർക്കാറ് പോലും. എന്തായാലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടുള്ള എല്ലാ ബർത്ത്ഡേസും ഞാൻ വിചാരിച്ചതിലും മനോഹരമായിരുന്നു. അതിനുള്ള കാരണം ഞാനല്ല കേട്ടോ, എന്റെ ചുറ്റിലുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ആരുടെയൊക്കെ എഫേർട്സ് ആണ്. പാരഗണിലെ ബിരിയാണി ഒക്കെ കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്ക് അവിടെയും ഒരു കേക്ക് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം പിള്ളേർ തൂത്തുവാരിയിട്ടുണ്ട്. അപ്പോൾ ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.